എടി വീട്ടിൽ എന്തുവാടി നിനക്ക് ഇത്ര പിടിപ്പത് പണി? ആരെ ഈ പറയുന്ന 8 മണിക്കൂർ മാത്രം മടിച്ച് വർക്ക് ചെയ്യുന്ന എന്റെ ഭർത്താവോ? രാവിലെ 5 മണിക്ക് എണ്ണീറ്റ് ജീവിതത്തിലെ കാൽക്കുലേഷൻ മുഴുവൻ 24/7 എന്ന പാറ്റേണിൽ പയറ്റി അവർ മറന്നാലും അവരെ കൃത്യസമയത്ത് പിടിച്ച് എണ്ണീപ്പിച്ച് പഠിക്കാനും ജോലിക്കും അയച്ച് വീടിന്റെ മുക്കിനും മൂലം CCTV ക്യാമറ എന്ന പോലെ നിരീക്ഷിച്ച് വീട് കാക്കുന്നവരാ എന്നെ പോലെയുള്ള സംശയമുണ്ടോ? എടി എല്ലാരും പോയിട്ട് ഇതുവരെ പണി കഴിഞ്ഞില്ലയോ? നിന്റെ പണി കഴിഞ്ഞില്ലയോ? ഇല്ല, എന്റെ കഴിഞ്ഞില്ല. ചേച്ചി മുമ്പേനെ ഞാൻ ഇവിടെ വന്നപ്പോഴേ എന്റെ പേഴ്സ് ഇവിടെ കാണാൻ വെച്ച് മറന്നായിരുന്നു. നീ വന്നപ്പോ നിന്റെ കയ്യിൽ ഇവിടെ പേഴ്സ് ഒന്നും ഇല്ലായിരുന്നു, എനിക്ക് ഉറപ്പാ. അതങ്ങനെ ചേച്ചിക്ക് ഉറപ്പ് പറയാൻ പറ്റും? എടാ നീ ഇവിടെ വന്നപ്പോ നിനക്കൊരു കോള് വന്നില്ലയോ? ഏതോ ഒരുത്ത കടം ചോദിക്കാൻ വേണ്ടി. ഹലോ അളിയ, ഒരു 500 രൂപ കൂടെ ഉണ്ടെങ്കിൽ EMI അടയ്ക്കാൻ പറ്റൂ. ഒരു 500 രൂപ കടം തരുവോ? അപ്പൊ നീ പൈസ ഉണ്ടാന്നറിയാൻ പോക്കറ്റ് വീഴും തപ്പിയില്ലായിരുന്നു? ഓ ആന്നോടാ, ഞാനൊന്ന് നോക്കട്ടെ അങ്ങനെ ഉണ്ട്. നീ പൈസ ഇല്ലെന്ന് കള്ളം പറയാന്നതിന്റെ ഇടയ്ക്ക് പോക്കറ്റ് പേഴ്സ് ഇല്ലെന്നുള്ള കാര്യം ശ്രദ്ധിക്കാൻ മറന്നുപോയി. അയ്യോടാ, എന്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ, ഉണ്ടായിരുന്നേ തരായിരുന്നു കേട്ടോ. അപ്പൊ ഇത് എവിടെ ആയിരിക്കും കളഞ്ഞു പോയേ? ആ ഫോണിങ് എടുത്തേ. നീ ഇന്ന് രാവിലെ 8:30 ആയപ്പോഴാണ് വന്നേ. എന്ന് വെച്ചാൽ ചേട്ടൻ ഒരുങ്ങുമായിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വേണ്ട, നിനക്ക് ഈ 8:30 ആയപ്പോ ഒരു കോള് വന്നേക്കുന്നത്. മറ്റേ കടം ചോദിക്കാൻ വിളിച്ച മറ്റേ പയ്യനുണ്ടല്ലോ അവന്റെ. പക്ഷെ അതിന് മുന്നത്തെ 8:15 ഒരു കോള് വന്നേക്കുന്നത്. ഈ രാഹുൽ എന്ന് പറയുന്നത് ഷൂ മേടിക്കാൻ വിളിച്ച. ആ സമയത്ത് മോൻ എവിടെ ആയിരുന്നു? വിമല ചേച്ചിയുടെ വീട്ടിൽ മാങ്ങ പറിക്കാൻ പോയി. വിമല ചേച്ചിയുടെ മാഞ്ചോട്ടിലുണ്ട് നിന്റെ പേഴ്സ്. അത് ചേച്ചിക്ക് എങ്ങനെ മനസ്സിലായി? എടാ പൊട്ട, നീ എപ്പോഴും ഫോണിന്റെ കൂടെ അല്ലേ പേഴ്സ് വെക്കുന്നത്? നീ മാങ്ങ പറിക്കുന്നതിന്റെ ശ്രദ്ധയില് ഫോൺ എടുത്തപ്പോ അതിന്റെ കൂടെ പേഴ്സ് താഴെ പോയായിരിക്കും. എന്റെ വാച്ചുണ്ട് ചേട്ടാ, അത് ശരിയാക്കാൻ കൊടുത്തിട്ട് അത് ഇതുവരെ കിട്ടിയില്ലെന്ന് നിനക്ക് ഓർമ്മയില്ലയോ? എടി സൗദേ, ഇന്നലെ മേടിച്ച മുളക് പൊടി. ചേച്ചി, ഞാനേ ഈ മണ്ട വരെ തുളുമ്പി അങ്ങോട്ട് തന്നത്, പക്ഷെ ഇത് ഇവിടെ വരെ ഉള്ളു. ബാക്കി കൂടെ എടുത്തോണ്ട് വാ ചേച്ചി, ചെല്ലെളുപ്പം. ഇപ്പൊ എടുക്കാം. അവിടെ ഉണ്ടോ? ആ ശരി ചേച്ചി. ചേച്ചി ചേച്ചി പറഞ്ഞത് ശരിയാ, പേഴ്സ് അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലയോ, പോ എടുത്തോണ്ടോ. ഇപ്പൊ ഡൗട്ട് മാറിക്കാണുമല്ലോ. ഇത്രേ ഉള്ളു. മോളെ ചേട്ടൻ പോയിട്ട് വരട്ടെ കേട്ടോ. സൂക്ഷിച്ച് നോക്കി പോണേട്ടാ. ഇപ്പൊ ഈ കാണിച്ച സ്നേഹം ഉണ്ടല്ലോ, ഇത് ജോലി കഴിഞ്ഞ് തിരിച്ചു കഴിയുമ്പോഴേ കാണത്തില്ല, നേരെ അങ്ങ് തിരി. വേണ കണ്ടോ ചേട്ടാ, ഓടി ഇറങ്ങി കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ ഇതിങ്ങനെ വരത്തുള്ളു. അങ്ങനെ ഈ ഷർട്ട് ഒന്ന് കഴുകിട്ടെ, ഇങ്ങിട്ട് തരി കേട്ടോ. ആ ശരി. ഈ മന്ത് ഫുള്ള് ചാർജറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി കാണത്തില്ലല്ലയോ? അപ്പൊ മാനേജറുടെ വായിന്ന് എത്ര കിട്ടി? ടെൻഷൻ അടിപ്പിക്കാതെ പോടി അവിടുന്ന്. നല്ല ഓടി തന്നു, വേർപ്പിന്റെ നാറ്റേ. മോളെ സൗദ, ദാണ്ട കുറച്ച് ബേക്കറി വാങ്ങിച്ചിട്ടുണ്ടോ? നീ പിള്ളേർക്ക് എല്ലാവർക്കും കൊടുക്ക്. ആ അടിച്ചിട്ടുണ്ടല്ലേ? ഇല്ല. കള്ളത്തരം ഒന്നും പറയണ്ടേ. ഈ സ്നേഹപ്രകടനം കണ്ടപ്പോഴേ എനിക്ക് കാര്യം കണ്ടു. ചെല്ല്, കാര്യങ്ങൾ ഞങ്ങൾ എത്ര എളുപ്പത്തിലാ മനസ്സിലാക്കുന്നത് കണ്ടോ? സെച്ചി സെട്ടാ, സെച്ചി പ്ലാസ്റ്റിക് പാത്ര സാമാന്. ചേച്ചി ആവോ സെട്ടാ? ആ വന്നോ? കുറെ നാളായല്ലോ ചേട്ടനെ കണ്ടിട്ട്. എന്താ പറ്റിയടി? ചേച്ചി ഇവര് തമ്മിലേ നല്ല കമ്പനിയാ. മാറിക്കടോ. സോറി ചേച്ചി. ചേച്ചി സുലു കഴിഞ്ഞ ആഴ്ച മേടിച്ച കമ്മല അവന്റെ ചെവി കിടക്കുന്നത്. അരമണിക്കൂർ മുന്നേ അവൻ അവളുടെ വീട്ടിലോട്ട് കയറുന്നേ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട. പിന്നെന്തിനാ അവള് മറ്റേ ഡയലോഗ് ഇവിടെ വെച്ച് അടിച്ച്? കുറെ നാളായല്ലോ ചേട്ടനെ കണ്ടിട്ട്. അല്ലടി, ഇവൻ കൊണ്ടുവരുന്ന എല്ലാം ഇവളങ്ങ് ഒറ്റയടിക്കങ്ങ് മേടിക്കുന്നത്. പൈസ കൊടുക്കത്തില്ല. പുതിയ സാമാൻ വല്ലതും ഉണ്ടോ? സച്ചി എല്ലാ സാമാനും ഞാൻ ആദ്യം അവിടെ കൊണ്ട് കാണിച്ചു. എന്തൊരു വാടയാ, തമ്പാക്കം വലിച്ചിരിക്കണമെന്നൊക്കെ പന്നി. മുമ്പ് നല്ല ടേസ്റ്റ് ആണെന്നുള്ള സച്ചി പറഞ്ഞു. എന്നാ ഒന്ന് കാണിച്ച്. സച്ചി ये देखो सच्ची, ये तो बहुत अच्छा सामान है. देखो अच्छा वाला प्लास्टिक. देखो सच्ची, ഇത് നല്ലതാണ്. ഞങ്ങൾക്ക് എന്തോ ഇത്ര ഉറപ്പ്? നല്ല സാധനം, ഞാൻ 2 ആഴ്ച മുമ്പ് ഉപയോഗിച്ചതാ. പിന്നെ ഇത് പുതിയതായിട്ട് കൊണ്ടുവന്നെന്ന് പറഞ്ഞതോ? സച്ചി അത് പിന്നെ इसका डेमो मैं पहले दिखाया था. അല്ല സച്ചി ഇപ്പോഴും ഓർത്ത നല്ലതാണ്. ഇത് ഞാൻ എടുക്കും, പൈസ അടുത്ത ആഴ്ച. ഓ ബി ലേക്കർ ഗയാ. അടുത്ത ആഴ്ച ഇനി ഞാൻ വീണ്ടും വരണമല്ലോ. മോളെ എവിടെ പോവാ? മോളെ എവിടെ പോവാ? എല്ലാം അങ്ങ് അറിയണോ?
ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങ് ദേഷ്യം. ഇവിടെ കാണാൻ കാണാതെ പോയി കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ അന്വേഷിക്കുമ്പോൾ പറയാമല്ലോ, അതിനുവേണ്ടി ചോദിച്ച്. ഇപ്പൊ തന്നെ ഇവള് പോയാൽ എന്തോ ഒരു പന്തികേടുണ്ട്. ഇപ്പൊ പോലീസ് അന്വേഷിച്ചു വരും, ഉറപ്പാ. ഞാൻ പറഞ്ഞില്ലയോ? ഇവിടുത്തെ മകൾ ജയകയെ 1 മണിക്കൂറായിട്ട് കാണുന്നില്ല. സാറേ, അവളെ കാണാതെ പോയതല്ല, അവൾ ഒളിച്ചോടിയതാ. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ചേച്ചി ഇവിടുത്തെ പോലീസാ. എന്ന് ഈ വഴി പോകുമ്പോഴേ ചിരിച്ചു കളിച്ച് പോകുന്നോള് ഇന്ന് പേടിച്ചു വരച്ചാ പോയെ. പോകുന്ന വഴിക്കല്ലാവേ അവളുടെ വീട്ടിലോട്ട് തിരിഞ്ഞിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖം കണ്ടാലറിയാം അവളുടെ മുഖത്ത് ആ കുറ്റബോധം ഉണ്ടെന്ന്. മാനേജ് ബസ് സ്റ്റോപ്പ്. അതും മാത്രം വെച്ചോണ്ട് നമുക്കൊന്നും പറയാൻ പറ്റൂല. ഇന്ന് അവള് കോളേജിൽ പോകുമ്പോഴേ ഒറ്റ ബുക്ക് കൊണ്ടാ പോകുന്നത്. പക്ഷെ ഇന്ന് അവളുടെ ബാഗ് കണ്ടാലേ 10 മാസം ഗർഭിണികളുടെ കൂട്ടിരിക്കുവായിരുന്നു. ചേച്ചി കണ്ടില്ലായിരുന്നോ? അവള് പഴയ അവളുടെ ഇഷ്ടപ്പെട്ട തുണികളെല്ലാം കൂടെ ഒറ്റയ്ക്ക് ഇന്ന് കഴുകുന്നേ. അല്ലെങ്കിൽ അവള് കഴുകുന്നവളാന്നോ? അമ്മേ, എന്റെ പഴയ തുണിയൊക്കെ എന്ത് എല്ലായിടത്തും എനിക്ക് കഴിവിടണം. സബ്ജി മേരോക്കോബി ഹിന്റ്. എന്റെ കയ്യിൽ നിന്ന് പാത്രം മേടിച്ചിട്ട് അവൾ പൈസ തരാതെ പോയി. ഇവിടെ പെണ്ണിനെ കണ്ടില്ല, അപ്പഴാ അതിന്റെ ചോറ് പാത്രം ഒന്ന് വാങ്ങിക്കടാ. പിന്നെ വേറൊരു കാര്യം കൂടെ, ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് അവളുടെ വീട്ടിലെ റൂമിൽ ലൈറ്റ് അണച്ചിട്ടില്ല. എന്തുവാ? പ്ലാനിങ്. പിന്നെ അത് കൂടാതെ അലമാരി ഇരുന്ന സ്വർണ്ണം അടിപ്പിച്ച്. എന്തിനാ? അവന്റെ കൂടെ പോവാൻ വേണ്ടിട്ടാ. അമ്മേ, കൈ വളയൊന്നുമില്ല. അലമാരിയിരിക്കുന്ന 2 വള എനിക്കൊന്ന് എടുത്തു തരാവോ? ഒരു കാര്യം ചെയ്യാം, സൈബർ സെല്ലിനെ വിളിച്ചിട്ടെ അവിടെ ഫോൺ ഒന്ന് ട്രാക്ക് ചെയ്യാൻ. സാർ, ഈ ട്രാക്ക് ചെയ്യുന്ന 10-1 നിമിഷത്തിലെ ഞാനിപ്പോ തെളിയിച്ചു തരാം അവൾ ഒളിച്ചോടിയതാന്ന്. എന്നാ ഒന്ന് കാണട്ടെ. സാറേ, എന്നും ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു തെണ്ടിയാ അവളെ ഇവിടെ കൊണ്ടുവിടുന്നു. അവൻ തന്നെ അവളെ കൊണ്ടുപോയത്, എനിക്ക് ഉറപ്പാ. ചിലപ്പോ അത് ഫ്രണ്ട് ആണെങ്കിലോ? പിന്നെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടല്ലയോ പറഞ്ഞു വിടുന്നത്. എവിടെ ഉള്ളവനാന്ന് വല്ലതും അറിയാവോ? സാറേ, എപ്പോഴും അവനാ കൊണ്ടുവിടുന്നത്. അപ്പൊ അവൻ പണിയില്ലാത്തവനെ ഉറപ്പാ. പക്ഷെ അവൻ പല സമയത്തും പല വണ്ടിയിലാ വരുന്നത്. സാറേ, അവൻ്റെ അച്ഛന് വർക്ക്ഷോപ്പാ. ചിലപ്പോ അവിടുത്തെ പണിക്കാരനാണെങ്കിലോ? സാറേ, അവന്റെ ദേഹത്തങ്ങ് ഒരു തുള്ളി അഴുക്കില്ല. എങ്ങാനും അവനായിരുന്നു ഇച്ചിരിയെങ്കിലും ഗ്രീസെങ്കിലും കാണണ്ടില്ലയോ? അവൻ പണിക്കാരനല്ല, അവൻ അങ്ങേറെ മോനാ. അതെ, ഇന്ന് നീ R15 വരണേ. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ആരെങ്കിലും വർക്ക്ഷോപ്പ് ശരിയാക്കാൻ കൊണ്ടുവന്ന് കാണുമല്ലോ, അതെടുത്തോണ്ട് വന്നാൽ മതി. അച്ഛനോട് പറയൊന്നും വേണ്ട, നീ ഇങ്ങ് എടുത്തോണ്ട് പോവാ. അങ്ങനാണെങ്കിൽ വർക്ക്ഷോപ്പ് കേന്ദ്രീകരിച്ച് നമുക്കൊരു അന്വേഷണം നടത്താം. അയ്യോ, കേന്ദ്രീകരിച്ച് അന്വേഷിച്ചോണ്ട് അങ്ങോട്ട് ചെല്ല്. അപ്പുറത്തേന് അവരുടെ കല്യാണം കഴിത്തില്ല. സാറേ, പൊട്ടനാന്നോ? നിങ്ങൾ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് കേട്ടോ. സാറേ, ഇവിടെ അപ്പുറത്ത് ശിവക്ഷേത്രം ഉണ്ട്. അവിടെ കാണും 2 എണ്ണം. 2ന്റെ പാത്തിന്റെ പൈസ എടുക്കാനില്ല, അതുകൊണ്ട് അവിടുന്ന് താലി കെട്ടത്തുള്ളൂ. ആണോ? എന്നാ 2 എണ്ണത്തിനെ പൊക്കിയിട്ടുള്ള ബാക്കി കാര്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഇങ്ങനെ അവിടെ ചെല്ലുന്നതിന് മുന്നേ അവർ 2 പേരും കല്യാണം കഴിയും, ഉറപ്പാ. പക്ഷെ ഞാനെന്തിനും ഇവനോട് പറയുന്നത്? ചേച്ചി, അങ്ങനെ അവിടെ ചെല്ലുന്നതിന് മുന്നേ അവർ 2 പേരും കല്യാണം കഴിയും, ഉറപ്പാ. എടി, ഇത് നിനക്കെങ്ങനെ അറിയാം? അവളെ കൊണ്ടുവയ്ക്കുന്ന ചെറുക്കനില്ലയോ, എന്റെ മാമിയുടെ മോനെ. അപ്പൊ ഓ തോന്നോ കണക്ഷനായ എങ്ങനെ? ഞാനല്ലേ ഇതിന്റെ ഇടയ്ക്ക് ഇന്ന് അവർക്ക് കണക്ട് ഇട്ട് കൊടുത്തേ. ആർക്ക് സംശയം തോന്നാനെ? ഇവിടെ അയലത്തുള്ള കുറെ മോണ്ണ ചേച്ചിമാരൊക്കെ ഉണ്ട്, വിവരവും ബുദ്ധിയും ഇല്ലാത്തവര്. ആർക്ക് ഡൗട്ട് വന്നാനെ?